ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ്. ഡിമാൻഡിനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ. ഡിമാൻഡിനെ തീരുമാനിക്കുന്ന കുറേയധികം ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ഒരു വസ്തുവിൻ്റെ വിലയാണ്. വിലയും അതുപോലെ തന്നെ ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ്. ദ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഡിമാൻഡ്. വിലയും ചോദനയും തമ്മിലുള്ള വിപരീത ബന്ധമാണ് നമുക്ക് ചോദന നിയമത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ വില കുറയുമ്പോൾ അതിൻ്റെ ചോദനം വർദ്ധിക്കുന്നു, വില കൂടുമ്പോൾ ചോദനം കുറയുന്നു. അപ്പോൾ വില എന്ന് പറയുന്നത് ചോദനത്തെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തത് കൺസ്യൂമേഴ്സ് ഇൻകമാണ്, ഉപഭോക്താവിൻ്റെ വരുമാനം. ഉപഭോക്താവിൻ്റെ വരുമാനം എങ്ങനെയാണ് ചോദനത്തെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. സാധാരണഗതിയിൽ വരുമാനം വർദ്ധിക്കുമ്പോൾ ചോദനം വർദ്ധിക്കുന്നു, വരുമാനം കുറയുമ്പോൾ ചോദനം കുറയുന്നു. പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. വസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് ഇവയുടെ ചോദനത്തിൽ എന്താണ്, അവയുടെ ഡിമാൻഡിൽ വ്യത്യാസം വരുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് തരം വസ്തുക്കളെയാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്ന് സാധാരണ വസ്തുക്കൾ, രണ്ടാമത്തേത് ഇൻഫീരിയർ ഗുഡ്സ്, അതായത് തരം താണ വസ്തുക്കൾ. അപ്പോൾ നോർമൽ ഗുഡ്സ്, സാധാരണ വസ്തുക്കളെ സംബന്ധിച്ച് TV, ഫ്രിഡ്ജ്, ഇതൊക്കെ സാധാരണ വസ്തുക്കളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ നമ്മുടെ കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. രണ്ടും ഒരേ ദിശയിലാണ് മാറുന്നത്. അതേസമയം വരുമാനം വർദ്ധിക്കുമ്പോൾ ചില വസ്തുക്കളുടെ ഡിമാൻഡ് താഴുന്നു. ആ വസ്തുക്കളെയാണ് തരം താണ സാധനങ്ങൾ, അതായത് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ തരം താണ സാധനങ്ങളുടെ അല്ലെങ്കിൽ വില കുറഞ്ഞ വസ്തുക്കളുടെ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ തരം താണ സാധനങ്ങൾ വാങ്ങുന്നത് കുറയും. പകരം അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം കൊണ്ട് സുപ്പീരിയർ ഗുഡ്സ്, അതായത് കൂടുതൽ ഗുണമേന്മയുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ വില കൂടിയ വസ്തുക്കളോ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് താഴുന്നത് ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. ഇവിടെ നമ്മൾ ഇൻകവും അതുപോലെ തന്നെ ഇൻഫീരിയർ ഗുഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നെഗറ്റീവ് റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. അതായത് വരുമാനം വർദ്ധിക്കുമ്പോൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് എന്താണ്, താഴുന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ചും. ഇപ്പോൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് അതായത് അരിക്ക് പകരം ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ, അതായത് ചാമ, അതുപോലെ തന്നെ എന്താണ് ജോവർ, ബജറ, റാഗി എന്ന് പറയുന്നു. ഇപ്പോൾ ആ സാധനങ്ങൾക്കൊക്കെ എന്താണ് വില വർദ്ധിച്ചു തുടങ്ങിയിട്ടോ. ഇത് മുമ്പത്തെ കാര്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഉദാഹരണം വരുന്നത്. അടുത്തായിട്ട് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് സുപ്പീരിയർ ഗുഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ബസ്സും കാറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കാറിലുള്ള യാത്രയാണ് കുറച്ചും കൂടി എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ ചിലത് മറ്റൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ, വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്യാസ് അടുപ്പ്, അതുപോലെ തന്നെ മണ്ണെണ്ണ സ്റ്റവ്, അല്ലെങ്കിൽ വിറകടുപ്പ്. അപ്പോൾ ഏതാണ് കൂടുതൽ സുപ്പീരിയർ ആയിട്ടുള്ളത്, കൂടുതൽ ചിലവ് കൂടിയത്, അതാണ് വരുമാനം വർദ്ധിക്കുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത്. അതേസമയം വരുമാനം വർദ്ധിക്കുമ്പോൾ തരം താണ സാധനങ്ങളുടെ ഡിമാൻഡ് കുറയുകയും ചെയ്യും. അടുത്തായിട്ട് മറ്റ് ബന്ധപ്പെട്ട വസ്തുക്കളുടെ വില, പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് ഗുഡ്സ്. ബന്ധപ്പെട്ട വസ്തുക്കൾ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള വസ്തുക്കളാണ് ഇതിൽ കാണുന്നത്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ്സ്, രണ്ടാമത് കോംപ്ലിമെന്ററി ഗുഡ്സ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റൊന്ന്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് ചായ അല്ലെങ്കിൽ കാപ്പി, ഇത് ഒന്നിന് പകരം ഒന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ചായയുടെ വില കൂടുകയാണെങ്കിൽ ആളുകൾ കാപ്പി ഉപയോഗിക്കാനായിട്ട് കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അതുപോലെ കാപ്പിയുടെ വിലയാണ് വർദ്ധിക്കുന്നതെങ്കിൽ ചായ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ പ്രതിസ്ഥാപന വസ്തുക്കളിൽ പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതാണ് പൂരക വസ്തുക്കളുടെ കാര്യത്തിൽ. പൂരക വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യത്തിന് രണ്ടോ അതിലധികമോ വസ്തുക്കൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നു. ഇപ്പോൾ കാറും പെട്രോളും, ബൈക്കും പെട്രോളും, ഇതൊക്കെ രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്. അതിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ വിലയിൽ വരുന്ന വ്യത്യാസം റിലേറ്റഡ് കമ്മോഡിറ്റീസിൻ്റെ, അതായത് ബന്ധപ്പെട്ട വസ്തുക്കളുടെ ഡിമാൻഡിൽ വ്യത്യാസം വരുത്തും. ഇതാണ് ബന്ധപ്പെട്ട വസ്തുക്കളുടെ വില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അഭിരുചികളും ഇഷ്ടാനിഷ്ടങ്ങളും. ടേസ്റ്റ്, അതായത് ഒരു വസ്തുവിനോടുള്ള ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ടേസ്റ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്താണ്, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ടേസ്റ്റും അതുപോലെ തന്നെ ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബന്ധമാണ് കാണുന്നത്. രണ്ടും ഒരേപോലെ വർദ്ധിക്കുന്നു.
അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ പറഞ്ഞ പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, അതുപോലെ എന്താണ് റിലേറ്റഡ് കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇതൊക്കെയാണ് ഡിമാൻഡിനെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. വേറെയും ഘടകങ്ങളുണ്ട്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിനെയാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഡിമാൻഡിനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.